എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ജനലാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു ജനൽ. ഈ പഴയ വീടുകളിലൊക്കെ ഉണ്ടാകും അതിന്റെ കമ്മല്, ലിപ്സ്റ്റിക്, ഐലൈനർ അങ്ങനെയുള്ള സമയത്ത് ഈ അടുക്കളേന്റെ ഉമ്മറത്ത് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അല്ലേ. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെയായിട്ട് ഇരിക്കുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീടിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കാണണം കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളുടെ വീടിന്റെ ഒരു ഹോം ടൂർ പോലെ ഒന്ന് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലവർക്കൊക്കെ ഈ വീട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗേറ്റ് കേട്ടാ. ഇതങ്ങനെ വലിയ സ്ഥലമാണ് കേട്ടോ, വലിയ സ്ഥലത്ത് ഒരു കൊച്ചു വീടാണ് കേട്ടാ. അപ്പം ഇതാണ് നമ്മുടെ മുറ്റട്ടോ, ഫ്രണ്ട്. അപ്പോൾ പടി വരുന്നത് ആ സൈഡിലാട്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശട്ടോ. ഇവിടെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ, സിറ്റ് ഔട്ട് അല്ല, ഒരു കുഞ്ഞു വരാന്ത പോലെ ഇങ്ങനെ ഇരിക്കാനൊക്കെ കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല വെയിലാട്ടോ. ഒരു 4 മണി സമയത്തൊക്കെ ഉമ്മറത്ത് നല്ല വെയിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ കേറുമ്പോ തന്നെ 2 ഡോർ ഉണ്ട് കേട്ടോ. അതായത് ഒന്ന് നമ്മുടെ ഉള്ളിക്ക് പോകാനുള്ളത്, പിന്നെ ഒന്ന് വരുന്നതും ഒരു ഹാള് പോലെ കേട്ടോ. ഒരു റൂമാണ്, സംഭവം കുറച്ച് വലുതാണ് കേട്ടോ, ഒരു ഹാള് പോലെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ റൂം കേട്ടോ. ഈ റൂമിൽ ഞങ്ങള് ഒന്നും വെച്ചിട്ടില്ല കേട്ടാ. അതായത് പ്ലെയിൻ ആയി കിടക്കുകയാണ്. കാരണം വെളിയിലല്ലേ, ഉള്ളിക്കല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ റൂമിൽ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ ഇതാണ് കേട്ടോ റൂം. വലിയ റൂമാണ് കേട്ടോ, കണ്ടില്ലേ, 2 ജനലൊക്കെ വരുന്നുണ്ട്. എന്താ പറയാ, 2 കട്ടിലിടാൻ പറ്റിയൊരു വലിയ റൂമാണ് കേട്ടോ. ആരെങ്കിലൊക്കെ വരുമ്പോ ഇങ്ങനെ സോഫ സെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇരിക്കാനൊക്കെ പറ്റും. ഒരു ഹാള് പോലെ തന്നെ കേട്ടോ. ഇതാണ് ശരിക്കും ഈ വീടിന്റെ ഹാളായിട്ട് വരുന്നത്. പിന്നെ വലിയ ഹാളൊന്നും ഉള്ളിക്കില്ല കേട്ടോ. ഇതാണ് വലിയൊരു ഹാളായിട്ട് വരുന്നത്. നമ്മുടെ കയ്യിൽ സോഫ സെറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കട്ടോ. ഇത് പിള്ളേർ ഇവിടെ ഇങ്ങനെ കളിക്കും, അത്രേ ഉള്ളൂ. നല്ല രസമാണ്, രാത്രിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മുടെ ഉള്ളിക്ക് കയറുമ്പോ ഇവിടെ ഒരു ചെറിയൊരു നടവഴി പോലെ കേട്ടോ, ചെറിയൊരു ഹാളാണ്, ചെറിയൊരു ഇതുപോലെ. പിന്നെ ഇവിടെ നമ്മുടെ ബെഡ്റൂം കേട്ടോ, കിടക്കണ റൂം. ഇത് പിന്നെ ഞാൻ ടിവിയും അലമാര, തുണികൾ അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു റൂമാണ് കേട്ടാ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം നമ്മുടെ ബെഡ്റൂം കാണിച്ചു തരാം കേട്ടാ. ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ കിടക്കണത് കേട്ടോ. ഒരു കട്ടിലിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ജനലുണ്ട് കേട്ടോ. ഈ ജനലിന്റെ ഡോറൊക്കെ മരത്തിന്റെ തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ, സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഷോക്കേസ് പോലെ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, മരുന്നുകള്, പിന്നെ പിള്ളേരുടെ എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്. എനിക്ക് പനിയും ചുമയും കഫക്കെട്ടൊക്കെ ആയിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ മരുന്നുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്റെ ബാഗ് ഇവിടെ ഞാൻ തൂക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തൊട്ടിക്കമ്പിയും തൂങ്ങുന്നുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ റൂമില്. ഇതാണ് രണ്ടാമത്തെ റൂം. രണ്ടാമത്തെ അല്ല, ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ റൂമാണ്. അവിടെ ഒരു റൂം ഉണ്ട്, അതൊരു ഹാള് പോലെ നമ്മൾ കരുതി. അപ്പൊ ഇത് 2ാമത്തെ റൂം കേട്ടാ. വരൂ. ഈ റൂമിൽ നമ്മള് TV വെച്ചിട്ടുണ്ട് കേട്ടാ. TV വെച്ചിട്ടുണ്ട്, പിന്നെ അലമാര വെച്ചിട്ടുണ്ട് കേട്ടോ. അലമാര നമ്മുടെ പഴയ അലമാറയാണ് കേട്ടാ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷോക്കേസ് ഉണ്ട്. ഇവിടെ മൊത്തം നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ആണ് കേട്ടോ. മേക്കപ്പ് ഐറ്റംസ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ വള, പിന്നെ എന്റെ കമ്മല്, ലിപ്സ്റ്റിക്, ഐലൈനർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു. വേറെ ഒന്നും എനിക്കില്ല കേട്ടാ. പിന്നെ പൗഡർ കണ്ട, സ്പ്രേ, സെന്റ് പറഞ്ഞ പോലെയൊക്കെ അത്ര തന്നെ ഉള്ളു. ചീർപ്പ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും സെറ്റാക്കി വെക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. കാരണം വീഡിയോ ഒക്കെ എടുക്കണോണ്ടേ ഒന്നിനും സമയം കിട്ടാറില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ കുട്ടികളുടെ ഡ്രസ്സും തുണികളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ റൂം മൊത്തം സാധനങ്ങൾ വെക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ 2 കസേര ഇട്ടിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഈ റൂമില്. നല്ല രസമാണ് കേട്ടോ. TV ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമാണ് സംഭവം. പക്ഷെ ഇവിടെ ഫാൻ ഇല്ല കേട്ടോ. ഫാൻ ഒരു റൂമിലുള്ളൂ. 2 ഫാൻ ഉണ്ട്, ഒരു ഫാന് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഫിറ്റ് ഇവിടെ ചെയ്തിട്ടില്ല. പൊതുവെ ഇവിടെ തണുപ്പ് കൂടുതലാണ് കേട്ടോ. തണുപ്പ് മാത്രമല്ല, നല്ല കാറ്റാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോ തൊട്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ. നല്ല രസാട്ടോ. ഉള്ളിക്ക് നല്ല വെളിച്ചവും കാറ്റും തണുപ്പും. മഴക്കാലത്തൊക്കെ ചിലപ്പോ കൊടും തണുപ്പായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു. കാരണം ചുറ്റും ഇങ്ങനെ പൊടിയും നിറച്ച് മരങ്ങളും ഒക്കെ ഉണ്ട്. വലിയ സ്ഥലമാണല്ലോ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. എനിക്ക് ഈ വീട്ടിലത്തെ കിച്ചണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കിച്ചൺ ഒന്നല്ല, അത്ര മൂടി പിടിപ്പിച്ച് പറയണില്ല, ഒരു കുഞ്ഞ അടുക്കള കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വീട്ടിലത്തെ അടുക്കള. അപ്പൊ ഞാൻ കാണാം, ചെറിയൊരു ഇതാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിന്റെ എല്ലാ സംഭവങ്ങളും അടുക്കളയിൽ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഉണ്ടാവും കേട്ടോ. ഒരു കൊച്ചടുക്കള, എല്ലാ സംഭവങ്ങളും ഞാൻ ഇവിടെ തന്നെ ഭദ്രാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മിക്സി, പിന്നെ ഇവിടെ ഉള്ളി, പിന്നെ പാത്ര സ്റ്റാൻഡ്, വെള്ളം, പിന്നെ എന്താ പറയാ, മുളക് പൊടി, മഞ്ഞപ്പൊടി പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസ്, ഗ്യാസ്, അടുപ്പ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് അടുപ്പും കുറച്ച് അടുത്തായിരിക്കണം. അതൊരു സേഫ്റ്റി കുറവ് തന്നെയാണ്. വേറൊരു സംഭവം സെറ്റ് ആക്കണം. അതുവരെ ഇങ്ങനെ വെച്ചതെന്നുള്ളൂ. ഞാൻ എപ്പോഴും ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കി വെക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇല്ലേ, എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ജനലാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞു ജനൽ, പഴയ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു പഴയ വീട്ടിൽ സെറ്റപ്പ് തന്നെയാണ് സംഭവം ഇത് കേട്ടോ. എനിക്കതുകൊണ്ട് ഈ ജനല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ അരിച്ചു കയറി വരാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നെറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് മറയ്ക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഇതുപോലത്തെ അഴി കാരണം എനിക്ക് അതൊരു പേടിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല രസമാണ് കാണാന്. അതുപോലെ അപ്പുറത്തും ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. പിന്നെ അടുക്കളേന്റെ ഇപ്പുറത്ത് ഇതൊരു ചെറിയൊരു ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയുവാണെങ്കിൽ പറയാട്ടോ. അതുപോലുള്ളൊരു സെറ്റപ്പാണ്. ടേബിളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം കേട്ടോ. പിന്നെ ഉണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞ അഴി കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ. അഴി ഇങ്ങനെ വെളിക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അതുപോലെ ഇതും പേടി തന്നെയാണ് എനിക്ക് കേട്ടോ. അപ്പൊ ഇവിടെയും നമ്മള് നെറ്റ് എന്തെങ്കിലും വെച്ച് മറയ്ക്കണം കേട്ടോ. ബാത്റൂം വരുന്നത് അപ്പുറത്താണ് കേട്ടോ. ഇതാണ് ബാത്റൂം വരുന്നത്. അടുത്ത് തന്നെയാണ് കേട്ടോ, ഉള്ളിലല്ല. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കൂടെ ഒക്കെ വെക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഉള്ളിലല്ല കേട്ടോ. നമ്മളിവിടെ വാടകയ്ക്കാണല്ലോ. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ. പിന്നെ ഇതിന്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ റൂമെല്ലാം ചെറിയൊരു ഇതുപോലെ തന്നെ. വാതിലൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ അടുക്കളയ്ക്ക് പോണ പോലെ തന്നെ കേട്ടോ. അങ്ങനെ ഒരു ഒഴിവ് പോലെ അവിടെ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അത്രേനേ ഉള്ളൂ. പിന്നെ അവിടെ വല്ല നമ്മുടെ വേണ്ടാത്ത വല്ല വേസ്റ്റ് പാത്രങ്ങൾ, അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോർ റൂം, അങ്ങനെ തന്നെ പറയാട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള വശം കേട്ടോ. അടുക്കള വശമാണ് സത്യം പറഞ്ഞ ബ്യൂട്ടിഫുൾ. നല്ല രസമായിട്ട് ഇവിടെ ഇരിക്കാന്. നല്ല തണുപ്പും കാറ്റും എല്ലാം. കാരണം മരമാണല്ലോ, ഫുൾ മരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസാ. ഇവിടെ അടുക്കളേന്റെ ബാക്കിൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു തിണ്ട് പോലെ കേട്ടോ. നല്ല രസാട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ ഇരിക്കാൻ നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കണു. ഇവിടെയാണ് പിള്ളേർ കളിക്കുക കേട്ടോ. പിള്ളേർക്ക് ഞാൻ മുറ്റത്ത് കളിപ്പിക്കാറില്ല, വെയിലൊക്കെ ആയതുകൊണ്ട് ഇവിടെ തന്നെയാണ് പിള്ളേർ കളിക്കുക കേട്ടോ. അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് ആട്ടോ ഇത്. ഇവിടെ ആകെ ആള് വിളി ചളി വിളി എന്നൊക്കെ ആയിരിക്കും. ഞാനിപ്പോ ഇതൊക്കെ ഇവിടെ വൃത്തിയാക്കി ഇട്ടതാണ് കേട്ടോ. കണ്ടില്ലേ, ബേക്ക് വശം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. ഫുള്ളും മരങ്ങളും ചെടികളും പാടും കോളും ഒക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് അപ്പുറത്ത് കാണുന്നത് പാടാണ് കേട്ടോ. അതിന്റെ അപ്പുറത്ത് കുളം ഉണ്ട്. പിന്നെ കുറെ മരങ്ങളുണ്ട്. കണ്ടില്ലേ, ഇവരെ കൊള്ളിന്റെ ചെടിയൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ അപ്പുറത്ത് തൊടിയാണ്. പിന്നെ ഇവിടെ റോഡാണ് കേട്ടാ. ഈ സൈഡിൽ കൂടെ റോഡാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അപ്പുറത്തെ വീട് കേട്ടോ. നമ്മുടെ അയൽവക്കട്ടോ. അപ്പുറത്ത് വീടില്ല, ഇപ്പുറത്ത് മാത്രമേ വീടുള്ളൂ. നല്ല അയൽവക്കക്കാരാട്ടോ, പാവങ്ങളാട്ടോ. എനിക്ക് അവിടുത്തെ വാപ്പാക്ക് മീൻ വിൽക്കണ പണിയാണ്. അപ്പൊ എനിക്ക് മീനൊക്കെ ബാക്കി വന്നാൽ തരും കേട്ടോ. പാവട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ സൈഡ് വശം കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഗേറ്റ് കേട്ടോ. അതാണ് നമ്മുടെ ഗേറ്റ്. അവിടെ നിന്ന് അങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് കേട്ടോ. അവിടെ നിന്നാണ് മുറ്റം വരുന്നത്. പിന്നെ ഇതിങ്ങനെ സൈഡ്. പിന്നെ ഇവിടെയാണ് ഞാൻ പാത്രം കഴുകണത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഇവിടെയാണ് ഞാൻ പാത്രം കഴുകുക. ഉള്ളിൽ പാത്രം കഴുകണ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവിടെയാണ് പാത്രം കഴുകുക. പിന്നെ അപ്പുറത്ത് വലിയ സ്ഥലമൊന്നും ഇല്ല കേട്ടാ. ചെറിയൊരു ഒരാൾക്ക് നടന്നു പോകേണ്ട വഴിയുള്ളൂ. അപ്പുറത്തെ സൈഡ് റോഡിന്റെ അടുത്താണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ടാങ്ക് കേട്ടോ. ഇവിടുത്തെ ടാങ്ക് പറയുന്നത് ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയ സിമെന്റിന്റെ ടാങ്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. പിന്നെ പൈപ്പ് ഉണ്ട്. ഇതാണ് ടാങ്ക് കേട്ടോ. നല്ല തണുപ്പാട്ടോ ടാങ്കിലത്തെ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീടിന്റെ വീഡിയോ. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ വീഡിയോ ഒന്ന് ഇടുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാ ആള് പണിമാറി വന്നോണ്ട് നേരത്തെ കേട്ടോ. ഭയങ്കര ടയേർഡാണ്. അതാണ് ഇങ്ങനെ മുഖമൊക്കെ വയ്യാത്ത പോലെ ഇരിക്കുന്നു കേട്ടോ. നല്ല വെയിലല്ലേ. അപ്പൊ അതുകൊണ്ട് ആൾക്ക് പിന്നെ വീഡിയോയിൽ അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആളുടെ വീഡിയോയിലൊന്നും ഇടാത്തത് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട എങ്ങനെയെങ്കിലൊക്കെയാണ് ഓരോ വീഡിയോക്ക് ഇയാളെ കൊണ്ടുവരാൻ. ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ അത്രയൊക്കെ ഉള്ളപ്പോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പൊ ഞാൻ ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.